ഹലോ, ഇന്നൊരു പറാത്ത റെസിപ്പിയാണ്. പനീർ സ്റ്റഫ് ചെയ്തൊരു പറാത്തയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഏത് നേരത്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, അത്രയ്ക്കൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് നോക്കാം പനീർ സ്റ്റഫ്ഡ് പറാത്ത എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പറാത്തയ്ക്കുള്ള മാവ് റെഡിയാക്കാണ് വേണ്ടത്. അത് നിങ്ങൾക്കെല്ലാം അറിയാം, സാധാരണ ചപ്പാത്തിയുടെ മാവ് റെഡിയാക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1.5 കപ്പ് ഹോൾ വീറ്റ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. എണ്ണ ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഇതും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഞാൻ എടുത്തേക്കുന്ന ഒരു ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ, അതായത് വാം വാട്ടർ അല്ല, കുറച്ചുകൂടെ ചൂടുണ്ട്. പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചപ്പാത്തി പിന്നെ തണുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഹാർഡായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ ഒരു അത് വരാറില്ല. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുഴയ്ക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കണം. നമ്മളിങ്ങനെ ഒറ്റയടിക്ക് കുറേ വെള്ളം ഒഴിച്ച് മാവിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴും അന്നേരവും കുറച്ചൊരു സോഫ്റ്റ്നെസ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ഏത് മാവായാലും മതി കേട്ടോ. ഞാനിവിടെ ഹോൾ വീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആട്ടയായാലും മതി. ഇതാ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് സോഫ്റ്റായിട്ടും ഹാർഡായിട്ടും പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റഫ് ചെയ്യുന്നതല്ലേ, അപ്പം അതിങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ഇത്തിരി എണ്ണമയം തൂത്തിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഒരു നനവുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാൻ പോവാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പനീർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പനീർ റെഡിയാക്കാം. ഞാനിവിടെ ഒരു 170 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്നിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലൊന്ന് കറക്കിയെടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയിലോ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം. ഈവനായിട്ട് ഒരുപോലെ പീസസ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചപ്പാത്തിയിൽ ഫില്ല് ചെയ്ത് പരത്തുമ്പോൾ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ അത് മാവ് പൊട്ടി പുറത്തോട്ട് ഇങ്ങനെ വരും. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത്തിരി മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഏതുള്ളതാണെങ്കിലും ഇട്ടാൽ മതി. കാരണം എരിവിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കണം. കാരണം പച്ചമുളക് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അതും ഇതുപോലെ തന്നെ അരിഞ്ഞിടുമ്പോൾ എങ്ങനെയായാലും കുറച്ച് പീസസായിട്ട് മുന്നിൽ നിൽക്കുമല്ലോ നമ്മൾ പരത്തുമ്പോൾ. അതുകൊണ്ട് പച്ചമുളക് ഞാൻ ഒഴിവാക്കി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഞാനിതിനകത്ത് ഗരം മസാലയും ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂണ്. ഇതും നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളൊരു 2-3 ഡ്രോപ്പ് നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതാണെങ്കിൽ ജീരകം, നമ്മളുടെ സാധാരണ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും ഒരു 1/4 ടീസ്പൂണ്. ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ജീരകം ഒന്ന് ചതച്ചിട്ടുന്നാലും മതി കേട്ടോ. പിന്നെ ഞാനത് ചേർക്കുന്നത് അജ്വാൻ സീഡാണ്, അതായത് നമ്മുടെ അയമോദകം. ഇത് നല്ലൊരു ഫ്ലേവറാണ് നൽകുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങും. ഒന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് ലീഫ്, അതായത് നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടെങ്കിലും മതി കേട്ടോ. പുതിനയോ പാസ്ലിയോ കൊറിയാണ്ടറോ ഏതുണ്ടെങ്കിലും അതൊന്ന് ഇട്ട് കൊടുക്കുക. അതും നല്ലതാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന് അരിഞ്ഞിട്ടതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് പൊടിയൊന്ന് അതിൻ്റെ ഒന്ന് കോട്ടിങ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഇത് ഫോർക്ക് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്കിലേ ഇത് പനീറിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ പനീറിൽ നന്നായിട്ട് ഇറങ്ങി നല്ലൊരു കളറൊക്കെ ആകും. അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് കാശ്മീരി ചില്ലി ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഓറഞ്ച് കളറ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സവാള വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. ഞാനത് ഒഴിവാക്കി, കാരണം ഇതുപോലെ തന്നെ വലിയ പീസായിട്ട് നിൽക്കുമ്പോൾ പരത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്ട് വിചാരിച്ചിട്ട് ഞാൻ ആ സവാള ഒഴിവാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം ചേർക്കുന്നെങ്കിൽ ഇതിനകത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക്. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ, നമ്മളുടെ മാവ് റെഡിയായി നോക്കാം. അപ്പോൾ മാവ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇനി പരത്തിയെടുക്കണം.
പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പനീറിനകത്ത് ഞാൻ ലീഫ് ചേർത്തത് അത്ര ഫ്രഷ് അല്ലല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഈ ലീഫൊന്നും ഇല്ലെങ്കിൽ കറി ലീഫ് അരിഞ്ഞു കൊടുത്താലും മതി കേട്ടോ, അരിഞ്ഞിട്ടാലും മതി. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ് ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് പരാത്ത ഉണ്ടാക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെറിയൊരു ബോൾസാക്കി, ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം സൈസ് ബോളാക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കേണ്ടതല്ലേ. അപ്പം ഒന്ന് മാവിൽ ഒന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കണം. അതായത് പനീർ നമുക്ക് ഫില്ല് ചെയ്യാൻ തക്കവണ്ണം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് സൈഡ് ഒന്ന് പരത്തി എടുക്കുകയാണ് കൈ കൊണ്ട് തന്നെ. അതായത് സെൻറ്ററിൽ നമ്മൾ പനീർ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാനുള്ള പരത്താനുള്ള, അതുകൊണ്ട് സെൻറ്ററിൽ ഞാൻ അത്ര തിക്നെസ് കുറയ്ക്കുന്നില്ല. സെൻറ്ററിൽ കുറച്ച് തിക്നെസ് കൊടുത്തിട്ട് സൈഡ് ഇങ്ങനെ കൈ കൊണ്ട് പതുക്കനെ പരത്തി എടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു കുറച്ചൊരു സൈസാക്കി എടുക്കണം. കാരണം നമ്മൾ പനീർ ഒരു ബോളാക്കി ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൊരു സൈസ് നമ്മൾ ഇതിനെ എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കൈ കൊണ്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു സൈസിലേക്ക് ഒത്തിരി തിന്നല്ലാത്ത രീതിയിലൊന്ന് പരത്തി എടുത്താലും മതി. പരത്തുമ്പോൾ സെൻറ്ററിലൂടെ തിന്നായി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ പനീർ ഇതുപോലെ ബോളാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഈ പനീർ നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ആക്കി ഇനി ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് കുറച്ചായിട്ട് ഒരു പനീർ പുറത്ത് വരാത്ത രീതിയിൽ ഇത് കവർ ചെയ്യണം. നമ്മൾ ഫ്രില്ല് ചെയ്യുന്ന പോലെ ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്താൽ മതി. ഓപ്പണായി പോവരുത്, ആ രീതിയിൽ വേണം, അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതങ്ങ് അകത്തോട്ട് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്പൺ ആവാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിനി ഇതങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു ബോട്ടമൊക്കെ ഒരു ബോൾ ഷേപ്പ്, അതായത് ആ പനീറുമായിട്ട് ഒന്ന് സ്റ്റിക്കാവുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇനി ഇതിപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ താഴത്തെ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ശരിയായിക്കോളും, കുറച്ചുകൂടെ ഒന്ന് പനീറുമായിട്ട് ഒന്ന് ഒട്ടിക്കോളും. അപ്പം ഇനി ഇത് പൊടിയിൽ വെച്ചിട്ട് പെയ്യനെ പരത്തിയെടുക്കണം. അതായത് ഓപ്പണായി പോകാത്ത രീതിയിൽ. ഇപ്പോൾ കണ്ട ബാക്ക് സൈഡും നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു പോകാത്ത രീതിയിൽ, അതായത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് പരത്തിയെടുക്കണം. അപ്പം ഞാനിവിടെ ഇച്ചിരി തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് തിക്കായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പരത്തിയെടുത്തോളൂ. അപ്പം എനിക്ക് പനീർ കുറച്ചുകൂടെ നമുക്കൊന്ന് വേവാനൊക്കെ ആയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തിന്നായിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത് കേട്ടോ. ഇതിപ്പം നന്നായിട്ട് പരന്ന് റെഡിയായിട്ടുണ്ട്. ഒട്ടും തന്നെ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. കണ്ടോ, നമുക്കൊന്ന് അറിയാൻ പറ്റും. കണ്ടോ, ഇതിപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ളിയൊക്കെ നിങ്ങൾ പച്ചമുളകൊക്കെ കനം കുറച്ച് തന്നെ അരിയണമെന്ന്. അത് ഈ ഒരു തിക്കനസിലാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത്. പൊട്ടിപ്പോകത്തൊന്നുമില്ല, അനക്കിയാലും ഒന്നും പൊട്ടിപ്പോകത്തില്ല. അതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളൂടെ പരത്തിയെടുക്കാം. അതായത് ലാസ്റ്റ് പരാത്തയാണ്. ഞാൻ ഇത്തിരി വലുപ്പത്തിലാണ് എല്ലാ പരാത്തയും ചെയ്തിരിക്കുന്നത്. ഇതാണ്ടോ, എന്നാലും പക്ഷേ പൊട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മളതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. ഞാനിവിടെ ഇത്തിരി തിന്നായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് തിക്കായിട്ട് എടുക്കാമെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം ഇവിടെ കുട്ടികൾ അതിങ്ങനെ വെറ്റായിട്ട് അകത്തിരിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തിന്നായിട്ട് എടുത്തത്. അതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അയൺ പാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പരാത്ത ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം നിങ്ങളത് എങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കുന്നോ അതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. ഒരു സൈഡ് ചൂടാകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് രണ്ട് സൈഡും റെഡിയാക്കി എടുത്താൽ മതി. കുറച്ച് ഇത് പനീർ കുറച്ചൊന്ന് വേവാനുള്ളൊരു ടൈം കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട, ഡ്രൈ ആയിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആകും, മോയ്സ്ചർ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ട് സൈഡ് ഇത്തിരി ബട്ടർ ചേർത്തെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിപ്പോൾ മൊത്തം നമ്മൾ 1.5 കപ്പ് മാവിനും 170 ഗ്രാം പനീറിനും എനിക്ക് ഒരു 8 പറാത്ത കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിന് 8 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം. സാധാരണ ചപ്പാത്തി പോലെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് പ്രസ് ചെയ്ത് ബാക്കിയും കൂടെ ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി പനീർ പന്നർ പറാത്ത റെഡിയാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കാം.
എനിക്ക് തോന്നുന്നു ആലു പറാത്ത ഉണ്ടാക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ്. കാരണം നമുക്ക് പനീർ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം നമ്മുടെ പറാത്തയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും സൈഡ് ഡിഷ് വേണ്ടെന്നുള്ളവർക്ക് ചപ്പാത്തിയുടെ ഏത് സൈഡ് ഡിഷ് വേണമെങ്കിലും എടുക്കാൻ നല്ലതാണ്. പിന്നെ സാലഡ് ഇതിൻ്റെ കൂടെ എടുക്കാറുണ്ട്. സാലഡും പിക്കിളും ഒരു കോമ്പിനേഷനാണ് ഈ പനീർ പറാത്തയുടെ കൂടെ. കുട്ടികൾക്കാണെങ്കിൽ ഇത്തിരി ബട്ടർ ഒന്ന് തേച്ച് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. പനീർ പറാത്തയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. അപ്പം വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.